ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ടാണ് സദ്യക്കൊക്കെ. എന്താണെന്നറിയോ? കുമ്പളങ്ങ കൊണ്ട് പച്ചടി ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കുമ്പളങ്ങയാണ്. അത് പീസസായി കട്ട് ചെയ്ത് ഞാൻ മൺചട്ടിയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ 1/2 കപ്പ് തേങ്ങ വേണം, പിന്നെ ഒരു 6 പച്ചമുളക് വേണം, പിന്നെ വന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും വേണം, ഒരു 1/4 ടീസ്പൂൺ കടുകും വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ 4 വറ്റൽമുളക്, 1 പിടി തേങ്ങ, കുറച്ച് കറിവേപ്പില കേട്ടോ. ലാസ്റ്റിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടി അതിൻ്റെ ഒപ്പം വേണം. പിന്നെ നമുക്ക് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കട്ട തൈര് 1 ഗ്ലാസ് വേണം കേട്ടോ. നമുക്ക് അരപ്പിലേക്ക് 1/2 കപ്പ് തേങ്ങ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ കടുകും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 6 പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വന്ന് പീസസായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പീസസായി കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ഇത് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്തു. നമ്മൾ ഓൾറെഡി കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു തള വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്സ് ഒക്കെ വേവിക്കാൻ വെച്ചാൽ മതി. ഓൾറെഡി കുമ്പളങ്ങ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പച്ച മാറാൻ വേണ്ടിയിട്ട് ഇതാക്കണം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തള വന്നു. ഇനി നമുക്കിതിലേക്ക് വറുത്തിടേണ്ട കാര്യങ്ങൾ നോക്കാം. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 4 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ 1 പിടി തേങ്ങയുടെ ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങ കുറച്ച് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുമ്പളങ്ങ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇവിടെ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ. താങ്ക് യു.